Euphoria. நீ இல்லாமல் நான் இல்லையே. അമ്മേ, ഏയ് വൃന്ദേ, ഈ വൃന്ദയുടെ സൗണ്ടല്ലേ ആ കേട്ടെ? എൻ്റെ അമ്മേ, ഇപ്പൊ വീണേനെ. ആ കറണ്ട് വന്നല്ലോ. വൃന്ദേ, ഏ എന്താ സിദ്ധേട്ടാ? അബി, നിന്നെ താഴെ അമ്മ അന്വേഷിച്ചു. ഓ ആണോ സിദ്ധു? വൃന്ദേ, എന്നാ ഞാൻ താഴെ പോവാട്ടോ. സിദ്ധേട്ടാ, സിദ്ധേട്ടാ നിക്ക്. എന്താ നിനക്ക് വേണ്ടേ? ഏ എന്താ വേണ്ടേന്നോ? അല്ല സിദ്ധേട്ടാ, അത് ഞാൻ വീഴാൻ പോയപ്പോ അഭിയേട്ടൻ. ഓ ഒന്ന് നിർത്ത് വൃന്ദേ, ഞാനിപ്പോ എന്തേലും ചോദിച്ചോ നിന്നോട്? ഏ എന്തു പറ്റി സിദ്ധേട്ടാ? നീ നിന്റെ കാര്യം നോക്ക് വൃന്ദേ, നിനക്ക് എന്റെ കാര്യം നോക്കാനൊക്കെ സമയമുണ്ടോ? സിദ്ധേട്ടാ, ഇതെന്തൊക്കെയായി പറയണേ? നീ ചെല്ല് വൃന്ദേ. സിദ്ധേട്ടാ, ഞാൻ പറയണേ ഒന്ന് കേക്ക്. നീ ഒന്നും പറയണമെന്നില്ല, ഞാനെല്ലാം കേൾക്കുന്നും കാണുന്നുമുണ്ട്. ഞാൻ കണ്ണു പൊട്ടനൊന്നും അല്ല. ഏ നിങ്ങളിതെന്താ സിദ്ധേട്ടാ ഈ പറഞ്ഞു വരണേ? നീ അധികം അഭിനയിക്കൊന്നും വേണ്ടടി. ഞാൻ കണ്ടതാ അവൻ വന്നപ്പോ തൊട്ടുള്ള നിന്റെ മാറ്റം. നിന്റെ മുറച്ചെറുക്കം വന്നപ്പോ നിനക്ക് എന്നെ വേണ്ടതായില്ലേ? എന്തൊക്കെയായിരുന്നു വളയിടിക്കലും കൂടെ പോവലും. പിന്നെ എന്തായിരുന്നു ആ റൂമില്? തേ സിദ്ധേട്ടാ, അനാവശ്യം പറയരുത്. ദേവേട്ടനെ പോലെയാ എനിക്ക് അഭിയേട്ടൻ. എന്റെ ഏട്ടനാ ആ മനുഷ്യൻ. നിർത്തടി പുല്ലേ നിന്റെ പ്രസംഗം. മതി, നീ അധികം പതിവ്രത ചമയൊന്നും വേണ്ട. നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നല്ലോണം അറിയാം. നിനക്കൊക്കെ സ്നേഹിക്കാനൊരുത്തനും കൂടെ നിർത്താൻ മറ്റൊരുത്തനും അല്ലേടി? ഛീ, നിർത്തടോ. ഇനി താൻ ഒരു അക്ഷരം മിണ്ടരുത്. താൻ ഇത്രയും തരം താഴ്ന്ന് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. തനിക്കെങ്ങനെയാണോ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയണേ? മതി, ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടാൻ വന്നേക്കരുത്. അല്ലേലും ഞാനിനി വരാൻ പോണില്ലടി കോപ്പേ. പിന്നെ നീ ഇപ്പൊ തന്നാടി ഞാൻ തിരിച്ചു തരാത്തത്. നിന്നെയൊക്കെ തൊട്ട എന്റെ കൈ നാറൂടി. എന്നിട്ട് താൻ കുറെ തൊട്ടല്ലോ. അപ്പൊ ഈ നാറ്റൊന്നും ഉണ്ടായില്ലേ? ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങളില്ല. 10 വർഷം നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. മതി, ഇനി എന്റെ കൺമുമ്പിൽ വന്നേക്കരുത്. ഹലോ, is this Siddharth Chandra? Yeah, Siddharth here. Oh, okay sir. This is F&B department from Canada. സിദ്ധു, അല്ല മോനെ, നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആ അതമ്മേ, ഞാൻ തിരിച്ച് കാനഡയിലേക്ക് പോവുക. ഏ തിരിച്ചു പോവാന്നോ? നീ എന്താ ഈ പറയണേ? നീ അല്ലേ പറഞ്ഞേ ഇനി പോണ്ടാന്ന്? ആ അതമ്മേ, കമ്പനിയിൽ നിന്ന് രാവിലെ വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഏ നീ എന്താടാ ഈ പറയണേ? പറ്റില്ല, ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല. ചന്ദ്രേട്ടാ, നിങ്ങളൊന്നിങ്ങ് വന്നേ. ഇവൻ ദേ തിരിച്ചു പോവാന്ന്. എന്താ മോനെ പെട്ടെന്ന്? അതച്ഛാ, കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു, പോയേ പറ്റൂ. പോയിട്ട് പെട്ടെന്ന് വരുമോ നീ? അറിയില്ല അച്ഛാ, ഒന്നും പറയാൻ പറ്റില്ല. ചന്ദ്രേട്ടാ, നിങ്ങൾ ഇതെന്താ ഈ പറയണേ? അവനോട് പോവണ്ടെന്ന് പറ. അച്ഛാ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. സിദ്ധു. ആ ദേവേട്ടാ, പറ. പോവാൻ തീരുമാനിച്ചോ? ആ ഏട്ടാ, പോവാതിരിക്കാൻ പറ്റില്ല. നീ ഓക്കെ അല്ലേടാ മോനെ? ആ ദേവേട്ടാ. എപ്പോഴാ നിന്റെ ഫ്ലൈറ്റ്? നാളെ മോർണിംഗ് 10:30. എങ്കിൽ ശരി ദേവേട്ടാ, ഞാൻ ചെല്ലട്ടെ, കുറച്ച് സാധനങ്ങൾ എടുത്തു വയ്ക്കാനുണ്ട്. സിദ്ധു. ആ അമ്മയോ? വാ അമ്മേ, ഇരിക്ക്. സിദ്ധു, നിനക്ക് പോവണോന്ന് നിർബന്ധാണോ? ആ എൻ്റെ ഭദ്രക്കൊച്ചേ,
പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ എത്തിയ അമ്മയെ വിളിക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം കേട്ടല്ലോ. ആന്നേ. ഞാൻ പാക്ക് ചെയ്യാൻ സഹായിക്കണോ മോനെ? ഏയ് വേണ്ടമ്മേ, ഇത് കഴിയാറായി. എന്താടാ സിദ്ധു, ജലദോഷം പിടിച്ചോ നിനക്ക്? നീ നന്നായി ചുമക്കുന്നുണ്ടല്ലോ. ആ അമ്മേ, കുറച്ച് ദിവസമായി മഴ നനഞ്ഞോണ്ടാന്ന് തോന്നണു. അതെങ്ങനെ? നേരാൻ വണ്ണം തല തോർത്താൻ പറഞ്ഞാ കേക്കൂലല്ലോ. ഇത് കഴിഞ്ഞങ്ങ് വാ, ആവി പിടിക്ക, ഇത്തിരി ആശ്വാസം ഉണ്ടാവും. ആ എന്റെ ഭദ്രക്കൊച്ചേ. അമ്മേ. എന്താടാ മോനെ? അമ്മ ഒന്ന് ഇവിടെ ഇരിക്കുവോ? ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ. എന്താടാ സിദ്ധു? ഏയ് ഒന്നുമില്ലമ്മേ, ഇനി എപ്പോഴാ ഇങ്ങനെ ഒന്ന് കിടക്കാൻ പറ്റണേ? ദേവാ, നീ അച്ചാറിന്റെ മൂടി ഒന്ന് മുറുക്കിയിട്ടേ, എണ്ണ പുറത്തു വരൂല്ലേല്. അമ്മേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ പെണ്ണെ? ഇന്നലെ ഉച്ചക്ക് ഊണിനും കണ്ടില്ല, രാത്രി അത്താഴത്തിനും കണ്ടില്ല. നീ ആ റൂമിലിരുന്ന് എന്ത് ചെയ്യായിരുന്നു? അല്ലമ്മേ, ഞാൻ കിടക്കുമായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? നിനക്ക് കുറവുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കേണ്ട തിരക്കിൽ നിന്നെ വന്ന് നോക്കാൻ കഴിഞ്ഞില്ല. ആ അമ്മേ, കുറവുണ്ട്. അല്ല, ഇതാർക്കാ ഈ അച്ചാറ് സാധനങ്ങളൊക്കെ? അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ? അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്ത്? സിദ്ധു പോണ കാര്യം? എന്താ പറഞ്ഞ്? കേട്ടില്ലേ നീ? സിദ്ധു തിരിച്ച് കാനഡയിലേക്ക് പോവാന്ന്. എപ്പോ? ദേ ഇപ്പൊ ഇറങ്ങും അവൻ. ദാ അവൻ വന്നല്ലോ. സിദ്ധു, ദാ മോനെ, ഇത് കുറച്ച് അച്ചാറ് സാധനങ്ങളും ഒക്കെയാ. പെട്ടെന്ന് പോവണോണ്ട് ഇത്രേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഓ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല ജാനു. ഓ, ഇത് എന്നെ കുറവാ. ഇനി എൻ്റെ കുട്ടിയെ എപ്പോഴാ ഒന്ന് കാണണേ. സിദ്ധു, സൂക്ഷിച്ച് പോണേടാ. ആ ഏട്ടത്തി. സിദ്ധു, ഞാനും വരട്ടെ നിന്റെ കൂടെ എയർപോർട്ടില്? ഏയ് വേണ്ട ദേവേട്ടാ. അല്ലടാ, അത് പിന്നെ. ഓ വേണ്ട എൻ്റെ വില്ലേജ് ഓഫീസറേ. മോനെ, സൂക്ഷിച്ചു പോണം കേട്ടോ. അവിടെ എത്തിയാ വിളിക്കണം. ആ അമ്മാവാ. സിദ്ധു മോനെ, നീ എന്നാ നേരം കളയാതെ ഇറങ്ങാൻ നോക്ക്. ഫ്ലൈറ്റിന് സമയമായില്ലേ? സിദ്ധു, പോയിട്ട് വാടാ. ടേക്ക് കെയർ. ആടാ അബി. എന്നാ ഞാൻ ഇറങ്ങുവാ. അവസാനം നിങ്ങൾ പോയല്ലേ? ഞാൻ വീണ്ടും തനിച്ചായി. ഇങ്ങനെ പോവാനായിരുന്നേ. എന്തിനാ എന്നെ മോഹിപ്പിച്ചേ? ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് അത്രയും വെറുപ്പുണ്ടോ ചന്തുവേട്ടാ? അതിലും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾക്ക് എന്നെ അത്ര പോലും വിശ്വാസമില്ലാതായോ? അമ്മായി, ഞാൻ എന്നാ ഇറങ്ങുവാട്ടോ. ഒരു 2 ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് പോയിക്കൂടെ ചെറുക്കാൻ നിനക്ക്? പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഇങ്ങോട്ട് വരാന്നേ. ആ മോനെ, സൂക്ഷിച്ചു പോയി വാ. വൃന്ദേ, ഞാൻ ഇറങ്ങുവാട്ടോ. ആ അഭിയേട്ടാ, പോയിട്ട് വാ. ഹലോ സിദ്ധു. ആ ഹലോ അമ്മേ.
നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോനെ എത്തിയ പാട് വിളിക്കാൻ. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴാണെ കിട്ടണമില്ല. ആ അതമ്മേ, കുറച്ച് തിരക്കിലായിപ്പോയി. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ആടാ മോനെ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. അമ്മേ, സിദ്ധു, നിന്റെ ജലദോഷം ഇനി മാറിയില്ലേ? നീ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമോനെ. ആ അമ്മേ, ഞാൻ കാണിച്ചതാ. മരുന്ന് കഴിക്കണുണ്ട്, ഇപ്പൊ കുറവുണ്ട്. എങ്കിൽ ശരി അമ്മേ, ഞാൻ വെക്കുവാ. ഹലോ, വച്ചോ? വേദമോളെ, എന്ത് പറ്റി നിനക്ക്? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നല്ലോ. ആ അമ്മേ, കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ക്ഷീണം. എന്ത് കഴിച്ചാലും ഛർദിക്കുക. ഒരു മിനിറ്റ്. ദേവാ, ദേവാ. ആ അമ്മേ, എന്താ? നീ ഒന്ന് വേദമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേ. ഹോസ്പിറ്റലിലോ? അവക്കെന്തു പറ്റി? ആ, ഇനി എന്താ പറ്റണ്ടേ? എല്ലാം ചെയ്തു വെച്ചിട്ട്. നിങ്ങൾ ഇതെന്താ പറയണേ? ഒന്ന് തെളിച്ച് പറ. ഓ, ഇങ്ങനൊരു പൊട്ടൻ. ഡാ, നീ ഒന്ന് അവളെയും കുട്ടിച്ചല്ലേ. അവിടെ എത്തുമ്പോൾ നിനക്ക് മനസ്സിലാവും. ആ ശരി. വേദേ, നീ വാ, നമുക്കെന്നാ പോയിട്ട് വരാം. ആഹാ, കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ ശ്രീദേവ്. താനൊരു അച്ഛനാവാൻ പോവുക. ഷീസ് പ്രഗ്നന്റ്. വേദ, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. എൻ്റെ പൊന്നു മോളെ, എനിക്കപ്പോഴേ തോന്നിയതാ. പിന്നെ ഒരുറപ്പിന് വേണ്ടിയാ ഡോക്ടറെ കാണാൻ പറഞ്ഞേ. ആഹാ, വീട്ടിലേക്കൊരു അതിഥി വരാൻ പോവാണല്ലോ. ഭദ്രേച്ചി, സിദ്ധുവിനെ വിളിച്ച് പറ. അതിനവൻ അങ്ങോട്ട് വിളിച്ചാ കിട്ടണ്ടേ ജാനു? ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ 2 ദിവസമാവണു. വിളിക്കട്ടെ, അപ്പൊ പറയുന്നുണ്ട് ഞാൻ. അവന് സന്തോഷാവും. പാവന്റെ കുട്ടി. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നേ അവന്റെ കല്യാണം കൂടെ കാണായിരുന്നു. പറഞ്ഞിട്ടെന്താ, ഇനി വരുമ്പോ നോക്കാം. വൃന്ദേ, ദേ പുറത്താരോ വന്നിരിക്കണു. ഒന്ന് പോയി നോക്കിയേ. ആ അമ്മായി. ആ, വൃന്ദാലക്ഷ്മി. ഞാനാ. എന്താ ചേട്ടാ? ആ, കുട്ടിക്കൊരു കത്തുണ്ട്. ദാ ഇവിടെ ഒപ്പിട്ടോളൂ. കത്തോ? എങ്കിൽ ശരി മോളെ. ഇതെന്താ? എനിക്കിപ്പോ ആരോ ഒരു കത്തൊക്കെ അയക്കാൻ. പേരൊന്നും കാണണില്ലല്ലോ. ആ, തുറന്നു വായിക്കാം. ലച്ചു, സിദ്ധുവേടന്റെ കത്താണോ? ലച്ചു, ഇങ്ങനൊരു കത്ത് നീ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? ഞാനും ആഗ്രഹിച്ചതല്ല. എന്നാ വിധി അതിങ്ങനൊരു കത്തെഴുതാൻ എന്നെ നിർബന്ധിതനാക്കി. നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ ലച്ചു? എങ്ങനെ ഇല്ലാതിരിക്കാനാ അല്ലേ? അത്രമാത്രം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓരോന്ന് പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കുമ്പോഴും നിന്നേക്കാൾ ഏറെ വേദനിച്ചത് ഞാൻ തന്നെയാ. അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു. നിന്റെ സ്നേഹത്തെ ഞാൻ ചോദ്യം ചെയ്തു. ഈ ലോകത്ത് മറ്റാരേക്കാളും നന്നായി നിന്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കറിയാം ലച്ചു. നീ ഇപ്പോൾ കരുതുന്നുണ്ടാവും എന്നിട്ടും ഞാൻ എന്തിനു നിന്നെ സംശയിച്ചു എന്ന്. ഒരിക്കലും ഇല്ല വൃന്ദ, ഞാനൊരിക്കലും നിന്നെ സംശയിച്ചിട്ടില്ല. 10 വർഷം ഞാൻ ഇല്ലാതിരുന്നിട്ടും എനിക്കായി കാത്തിരുന്ന നിന്റെ പ്രണയത്തെ ഞാൻ എങ്ങനെ സംശയിക്കാനാ? നിനക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? പറയാം. എൻ്റെ ലക്ഷ്യം നിറവേറുന്നതിനുള്ള ഒരു ചെറിയ മാർഗം മാത്രമായിരുന്നു അഭി. നിനക്കവൻ ആരാണെന്നും അവന് നീ എന്താണെന്നും എനിക്കറിയാം. നിന്നെയും നീ സഹോദരനായി കാണുന്ന അവനെയും ചേർത്ത് ഒരു പെണ്ണിനോടും ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറഞ്ഞതും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. എന്തിനായിരുന്നു? നീ ഇപ്പോൾ ആലോചിക്കുന്നത് എന്തിന് എന്നല്ലേ? 10 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം
എൻ്റെ ലച്ചുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ കരുതിയത് ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങളാവുമെന്ന. എന്നാ കാലം എനിക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും എന്നാ സ്വന്തമാക്കാൻ കഴിയാതെയും പോയ എൻ്റെ പ്രണയമാണ് വൃന്ദ നീ. നിന്റെ കൂടെയുള്ള ജീവിതം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. എന്നാ ആ സ്വപ്നം നിറവേറാൻ വിധി എനിക്കൊരവസരം തന്നില്ല. വൈകിയാണെങ്കിലും ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഞാൻ ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമയാണെന്ന്. ക്യാൻസറോ? കാനഡയിലെ തിരക്കേറിയ ദിനരാത്രങ്ങൾക്കിടയിൽ എന്നോ ഒരിക്കൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ഒരു ദുശീലം, സ്മോക്കിംഗ്. അതെൻ്റെ ജീവിതത്തെ ഇപ്രകാരം ഇരുട്ടിലാഴ്ത്തിക്കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അറിഞ്ഞപ്പോൾ സങ്കടം തോന്നിയെങ്കിലും പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം അപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ അവിടെയും തോറ്റുപോയടോ. 4th സ്റ്റേജിലാണത്രേ. ഡോക്ടേഴ്സും കൈയഴിഞ്ഞു. എൻ്റെ ആയുസിൻ്റെ നീളം അവർ പറഞ്ഞു. കൂടിയ 2 ആഴ്ച. കാനഡയിലേക്കെന്നും പറഞ്ഞ് ഞാൻ പോയത് ബാംഗ്ലൂരിലുള്ള ഒരു ക്യാൻസർ സെൻ്ററിലേക്കായിരുന്നു. രോഗാവസ്ഥയിൽ ഞാൻ അനുഭവിച്ച വേദനയേക്കാളും എന്നെ വേദനിപ്പിച്ചത് നിന്നെ പിരിയുന്ന കാര്യം ഓർക്കുമ്പോഴായിരുന്നു. ഇനിയൊരു ജന്മം കൂടെ സാധ്യമെങ്കിൽ എനിക്ക് എൻ്റെ ലച്ചുവിൻ്റെ ചന്തുവായി തന്നെ ജനിക്കണം, ജീവിക്കണം. നീ ഈ കത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ ഈ ലോകം വിട്ടു പോയി കാണും. ചന്തുവേട്ടാ, എന്തിനായിരുന്നു? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എന്തിനായിരുന്നു സിദ്ധേട്ടാ? ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. എത്രമാത്രം ഒരുമിക്കാൻ ആഗ്രഹിച്ചാലും വിധി അതിന് അനുകൂലമാവണമെന്നില്ല. അവളുടെ ഹൃദയത്തിൽ അവന് മരണമില്ല. അവരുടെ പ്രണയത്തിൻ്റെ ലോകത്ത് അവൾ ഇന്നും അവനോടൊപ്പം ജീവിക്കുന്നു. അവൻ്റെ ഭാര്യയായി, അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി.